ഓൺലൈൻ മണി മേക്കിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഒരു സ്വന്തമായിട്ട് ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. സാധാരണ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ ബിഗിനേഴ്സ്, സ്റ്റുഡൻസ് ഇവർക്കെല്ലാം എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നത് അറിയുന്നുണ്ടാവില്ല. അവർ കഫേയിലൊക്കെ പോയിട്ടാണ് അത് ചെയ്യാറ്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിൾ സൈൻ ഇൻ പേജിലേക്ക് പോവുക. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കാണാം. അപ്പോൾ ലാസ്റ്റ് നെയിം ഓപ്ഷണലാണ്, വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നെക്സ്റ്റ് എന്നുള്ള ടാബ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്നത് ബേസിക് ഇൻഫോർമേഷൻസ് ആണ്, അതായത് ബർത്ത്ഡേ, ജെൻഡർ ഇവയെല്ലാം കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് ഒരു സ്ട്രോങ് പാസ്വേഡ് ആയിരിക്കും. പാസ്വേഡ് പൊതുവെ 8 ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, അതാണ് ഒരു സ്ട്രോങ് പാസ്വേഡ്. അതിൽ ക്യാരക്ടേഴ്സ്, മെയിനായിട്ട് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് എല്ലാം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ച അതേ പാസ്വേഡ് തന്നെ ആയിരിക്കണം ഈ കൺഫേമിലും കൊടുക്കേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്ന സമയത്ത് എന്താണ് ഫസ്റ്റ് അടിച്ചതെന്ന് അറിയുന്നില്ല എങ്കിൽ അവിടെ ഷോ പാസ്വേഡ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ നിങ്ങൾ അടിച്ചു കൊടുത്ത പാസ്വേഡ് കാണാൻ പറ്റും. അതേ സെയിം പാസ്വേഡ് തന്നെ നിങ്ങൾ കൺഫേമിലും അടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് റെഡി ആയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് നിങ്ങൾ അതിൻ്റെ പ്രൈവസി ആൻഡ് ടേംസ് വായിച്ചു നോക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുക. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കിയിട്ട് ആ പേജിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ യു ക്യാൻ സി ഐ എഗ്രി എന്ന് കാണാം. അപ്പോൾ ഈ ഐ എഗ്രിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഗൂഗിൾ വെൽക്കം ചെയ്യുന്നതായിട്ട് കാണാം, അതായത് നിങ്ങളുടെ ഗൂഗിൾ ID വെച്ചിട്ട് വെൽക്കം ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം.